ഹായ്, നമസ്കാരം. പ്രദീപ്. ബുള്ളറ്റ് പ്രദീപ് വരാപ്പുഴ. ബുള്ളറ്റ് പ്രദീപ് വരാപ്പുഴ. ഒന്ന് പരിചയപ്പെടുത്തി, സ്വയം ഒന്ന് പരിചയപ്പെടുത്തി. അതെ, എൻ്റെ പേര് ബുള്ളറ്റ് പ്രദീപൻ വരാപ്പുഴ. ബുള്ളറ്റ് പ്രദീപൻ വരാപ്പുഴ. ഈ എത്ര നാളായി ഈ സിനിമയിൽ അഭിനയിക്കുന്നത്? ഞാൻ 14 വർഷമായി ഈ സിനിമ ഫീൽഡിൽ വന്നിട്ട്. ആ സിനിമ ഫീൽഡിന്റെ ഇതിനെപ്പറ്റി എനിക്ക് ഒരു കലാകാരനാകണമെന്ന് അത്രയുള്ള ആശ. അല്ലാണ്ട് എനിക്ക് പണം ഉണ്ടാക്കണോ, ബെനസ് കാറ് മേടിക്കണോ, അല്ലെങ്കിൽ ആരെങ്കിലും കല്യാണം കഴിക്കണോ, അങ്ങനെയൊന്നും എനിക്ക് ആവശ്യമില്ല. ഒരു കലാകാരനാകണം. എൻ്റെ ജയൻ ചേട്ടനെ പോലെ, ഓലയിൽ ബേബി ചേട്ടനെ പോലെ, ഓലയിൽ പൊങ്ങച്ചപ്പെട്ട് കൊല്ലം തേവടിയിലെ ജയൻ ചേട്ടനെ പോലെ എൻ്റെ വെല്ലുമണ മകനാണ് ഞാൻ. എന്നിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ മുരളി തന്നെ ഇടിക്കും, ആയത്തിനിടിക്കും, എല്ലാവരും ഇടിക്കുമല്ലോ. കണ്ണം മരിച്ചു. സൂപ്പർ സ്റ്റാർ, നമ്മുടെ എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ ജയൻ ചേട്ടൻ ജോസ് പ്രാശി ആണ്. ഇതൊരു പുതിയ വെളിപ്പെടുത്തലാണ്. സൂപ്പർ സ്റ്റാർ ജയന്റെ മൺമറിഞ്ഞു പോയ സൂപ്പർ സ്റ്റാർ ജയന്റെ ആരാണെന്ന് പറഞ്ഞത്? സുമതി കുഞ്ഞമ്മയുടെ മോൻ പ്രദീപൻ. സുമതി കുഞ്ഞമ്മയുടെ മോൻ പ്രദീപാണ്. ആർട്ടിസ്റ്റ് ആവാനായിട്ട് എന്തുകൊണ്ട് യോഗ്യതയുള്ള ഒരാളാണ്. പിന്നെ വേറെ മറ്റുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വീട്ടിലെ ബൈക്ക് ജമ്പിങ് അറിയാം, സ്റ്റണ്ട് അറിയാം. പിന്നെ അഭിനയിച്ചുള്ള സിനിമകളെ പറ്റി ഒന്ന് അഭിനയിച്ചെന്നുണ്ടെങ്കിൽ ഒരു 10-14 മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്. സ്റ്റണ്ട് സീരിയൽ മാത്രം. സീരിയലില് കുറേ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സീരിയലുകളൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏതൊക്കെയാണെന്നൊന്ന് പറയാം. അതിന്റെ പേരൊന്നും എനിക്കിപ്പോ അറിയാൻ പാടില്ല. എന്റെ കൂടെ തന്നെ ഒരു സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പോലീസ് സ്റ്റേഷൻ ചെയ്യുമ്പോൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ പുള്ളി ഒരു ലൊക്കേഷനിലാണ്. ഞാൻ അവിടെ നിന്ന് വിളിച്ചിട്ട് പുള്ളിയുടെ അഭിനയമൊക്കെ ഉണ്ട്. ഞാനത് കാരണം പുള്ളിനെ വിളിച്ചൊരു ഇന്റർവ്യൂ എടുക്കണം. വേറെ എന്താണെന്ന് പറയാനുള്ളത്? വേറെ എനിക്ക് ജയൻ സാറിനെ പോലെ ഉയരങ്ങളിലേക്ക് കയറണം. ജയൻ ചേട്ടനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈ മലയാളക്കാരെ വിജയിപ്പിച്ചു കൊണ്ടാണ്. പക്ഷെ അത് സാധിച്ചില്ല. ആ ദുഃഖം എനിക്ക് എന്നിലുമുണ്ട്. അത് ഭീമരേച്ചേട്ടന് പോലെ അറിയാം. അടുത്ത ബന്ധമല്ല, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് വണ്ടി കാശൊക്കെ തന്നെ കൂട്ടുന്നൊക്കെ ചെയ്തപ്പോൾ. പിന്നെ വേറെ എങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്ന മുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഇവിടുത്തെ നമ്മുടെ മലയാളക്കരയില് ഇപ്പൊ ഹിന്ദിക്കാർ വന്നിട്ടാണ് ജോലിയൊക്കെ എടുക്കുന്നത്. ഈ മലയാളക്കരയില് തൊഴിലാളി, നമ്മുടെ ജയൻ സാറിന്റെ അങ്ങാടി സിനിമ വിജയിച്ചത് ഇവിടെ തൊഴിലാളികൾ കഷ്ടപ്പെടുന്ന ഒരു സീനും, പിന്നെ അന്നത്തെ പൃഥ്വിരാജിന്റെ അച്ഛൻ സുകുമാരൻ സാറ് അഭിനയിക്കുന്ന സീനൊക്കെ എല്ലാം പക്കയായിപ്പോയി. ഭയങ്കര സുകുമാരൻ സാറില്ലേ, പക്കയായിട്ടായിരുന്നു. ഞാൻ ഏറ്റവും അവസാനം കണ്ട പടം മോഹൻലാലിന്റെ രാജാവിന്റെ മകൻ. എനിക്ക് മോഹൻലാൽ സാറിന് ഇഷ്ടപ്പെട്ടത് രാജാവിന്റെ മകൻ, വിൻസെന്റ് തോമസ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. ആ രാജാവിന്റെ മകനില്ല, ആ ഡയലോഗും ആ ഫേസിന്റെ എക്സ്പ്രഷനൊക്കെ ഇല്ലേ മോഹൻലാൽ സാറിനെ ഞാനില്ലേ ശരിക്കും പറയണേ, ഞാൻ സ്തുതിക്കണം മോഹൻലാൽ സാറേ, സ്തുതിക്കും. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങളുടെ ഈ ഫേസ്, ഈ ഫിഗർ മലയാള സിനിമക്ക് പറ്റിയതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. തമിഴ് സിനിമ, തമിഴ് ഒരു 6 സിനിമ ചെയ്തിട്ടുണ്ട്. അത് ആരുടെ കൂടെയാണ്? അത് ഈ വിജയ് സേതുപതി, പിന്നെ അതുപോലെ വിജയ്, പിന്നെ അങ്ങനെ കുറെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ബുള്ളറ്റ് പ്രദീപ് എന്ന് പേര് വരാനായിട്ട് എന്താണ് കാരണം? കാരണം ഞാൻ 14ാമത്തെ വയസ്സിലെ ഞാൻ ഈ ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിന്റെ പണി പഠിക്കാൻ കാരണം തന്നെ ജയൻ സാറാണ്. ജയൻ സാറ് ബുള്ളറ്റ് മോട്ടോർ സൈക്കിള്, ജയൻ സാറിന്റെ ജാവയാണ് KLF 7581. ആ ജാവ മോട്ടോർ സൈക്കിള് ഞാൻ ഓടിക്കാൻ പഠിക്കണത് ഞാൻ 6ാം ക്ലാസ്സിൽ വെച്ചാണ്. അന്ന് ജയൻ സാറ് നേവൽ ബേസിൽ നിന്ന് കളമശ്ശേരി വളണ്ടിപ്പോയിൽ മാനേജറായിട്ട് നിൽക്കുന്നതായിരുന്നു. കേരള ബ്രാഞ്ച് LIC ഡിവിഷൻ മാനേജറാണ് എൻ്റെ ഇളയച്ചൻ. അപ്പോൾ ഇവർ തമ്മിൽ നല്ല പരിചയം നിൽക്കും. അങ്ങനെ ജയൻ സാറിൻ്റെ KLF 7581 ജാവ മോട്ടോർ സൈക്കിള് ഞാൻ 6ാം ക്ലാസ്സിലേക്ക് ആകുമ്പോൾ ഞാൻ ഓടിക്കാൻ പഠിക്കുന്നു. ഈ ജയൻ ചേട്ടൻ്റെ ഹൈറ്റ് എനിക്കറിയാം. ഈ സിനിമയിൽ കാണേലും ഷെയ്പ്പായിരുന്നു ജയൻ ചേട്ടന്. മഹാഭാരതത്തിലെ എന്താ പറയാ,
അത്രയ്ക്കും ഭംഗി. മഹാഭാരതത്തിലെ കർണനാണോ അല്ലെങ്കിൽ അർജുനനാണോ, എങ്ങനെയാണ് കഥാപാത്രം? ആര് വേണമെങ്കിൽ പറ്റിയാൻ പറ്റില്ല. മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണൻ തന്നെയായിരുന്നു പുള്ളി. പിന്നെ ഈ തമിഴില് അഭിനയിക്കാൻ പോയപ്പോൾ ഈ വിജയ് സേതുപതി, വിജയ് ഇവരുടെയൊക്കെ നിങ്ങളോടുള്ള ഒരു സമീപനം എങ്ങനെയായിരുന്നു? സമീപനം എന്ന് വെച്ചാണെങ്കിൽ അവർ ഞാൻ ക്ഷയിക്കാണ്ട് കൊടുത്ത് കഴിയുമ്പോൾ അപ്പം തന്നെ പോയിട്ട് അവർ സോപ്പിട്ട് കൈ കഴുകിക്കളി. അതെന്താന്ന് പറയുന്നത് നമ്മൾ എനിക്ക് എൻ്റെ റൂട്ടെന്ന് പറഞ്ഞൂടാ. ഈ ക്ഷയിക്കാണ്ട് കൊടുക്കും, അത് കഴിഞ്ഞപ്പോൾ കഴിക്കുന്ന പെർഫ്യൂമൊക്കെ അടി. നമുക്ക് പെർഫ്യൂമും ഇല്ല, ഒന്നുമില്ല. പേര് ബുള്ളറ്റ് പ്രദീപ് എന്നാണ്. സ്വന്തമായിട്ട് ഒരു സൈക്കിൾ പോലും ഇല്ല. ജയൻ്റെ അമ്മക്ക് ഉണ്ടായത് ഒരു പശു മാത്രമുണ്ട്. ഒരു പശു ആർന്നു. അതിൻ്റെ വെണ്ണ ജയൻ്റെ അടുത്ത് ഓലയിൽ വേവിച്ചേട്ടൻ്റെ അടുത്ത് ശ്രീകൃഷ്ണനാരുടെ അടുത്ത് ഓടി വരാൻ പറയും അമ്മ. ഓടി വരുമ്പോൾ കൊടുക്കണേണ്. അങ്ങനെയൊക്കെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ മരിക്കുമ്പോൾ എനിക്ക് 12 വയസ്സാണ്. പിന്നെ ഞാൻ ചോദിക്കാൻ പോകുന്ന അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശരിക്കും ഈ ജീവിതത്തിൽ ഈ സിനിമ സെറ്റിൽ നിന്നും അനുഭവിച്ചുള്ള തിക്താനുഭവം, മോശം അനുഭവം എന്താണെന്നൊന്ന് പറയാമോ? അതേ പറഞ്ഞുതരാം. അതായത് ചില ദിവസം ഈ സാലു ജോർജിനെ കൂടി കുറച്ചാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെയിൽ കൊള്ളണം, കഷ്ടപ്പാട്, പൈസ കിട്ടൂല. പിന്നെ നമ്മളപ്പോൾ ഒരു തൊഴിലാളിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ അവൻ ചീത്തയായി പോകും. അങ്ങനെ ഞാൻ ലൈറ്റായിട്ട് മദ്യപാനമൊക്കെ തുടങ്ങി. പക്ഷെ ഇന്നിപ്പോൾ മദ്യപാനമൊക്കെ നിർത്തി ഈ സിനിമ ഫീൽഡ്, ഈ ഇൻഡസ്ട്രിയിൽ വരുമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ആരെ പീഡിപ്പിക്കാനോ ആർക്കിടെ മനം കവരാനോ ഒരു സുന്ദരിമാരെ കവരാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ ജയൻ ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മനസ്സ് സമർപ്പിച്ചേക്കും. എനിക്ക് ജയൻ ചേട്ടൻ മരിച്ചതിൽ ദുഃഖമുണ്ട്, വിഷമമൊക്കെ ഉണ്ട്. അതാണ് എൻ്റെ. ജയന് പകരക്കാരനാകും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ജയൻ്റെ ഒപ്പം എത്താൻ പറ്റിയില്ലെങ്കിലും ഒരു കലാകാരനാവണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കലാകാരനാണല്ലോ ഇപ്പോൾ, എല്ലാവരും അറിയുന്ന ഒരു കലാകാരനാവണം. ആണ്. കാണുമ്പോൾ മറ്റുള്ളവർ തിരിച്ച് അറിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുന്ന രീതിയിലുള്ള. ഓക്കെ. അപ്പോൾ എന്തായാലും താങ്കളുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ, വലിയ രീതിയിലാവട്ടെ. ഈ ബുള്ളറ്റ് പ്രദീപ് എന്നുള്ള ഈ പേരോടൊപ്പം ബുള്ളറ്റ് പ്രദീപും അങ്ങോട്ട് ഭയങ്കര ഫേമസ് ആവട്ടെ. വരാപ്പുഴ നിങ്ങളുടെ നാട്ടുകാരുടെ സമീപനം എങ്ങനെയാണ്? താങ്കളോടുള്ള സമീപനം? എന്നോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് പ്രദീപ് ഇപ്പൊ പുതിയ സിനിമ ഒന്നും ഇല്ലെന്ന് ചോദിക്കും. ഏത് കള്ള് ഷാപ്പിലായാലും മാർക്കറ്റിലായാലും ചെന്ന് ചോദിക്കും. ഞാൻ ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ഞാൻ ഈ ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിലെ പണി തന്നെ വന്നത് ജയൻ കാരണമാണ്. ജയൻ ചേട്ടൻ ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ഒരു കലയാണ്. അത് മോളിൽ നിന്നാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ആൻഡിൽ പഴയ മോഡൽ ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിൽ വിരിക്കുമ്പോൾ തന്നെ ഒരു കലയാണ്. അങ്ങനെ എനിക്കും അറിയാം 80-ൽ ജയൻ ചേട്ടൻ 80-ൽ 60-ലൊക്കെ വണ്ടി കിടത്തും റോട്ടിൽ. അതുപോലെ ജയൻ ചേട്ടനില്ലേ കുതിരയിൽ ചാടി കയറും. സാധാരണ എല്ലാവർക്കും ബെഞ്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഈ കുതിര ഹോഴ്സ് റൈസ് ആ സംഭവം അറിയാമോ? അത് പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ പോകുന്നു. ഞാൻ വീട്ടിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും, വീട്ടിൽ പട്ടിണിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വർക്ക്ഷോപ്പ് പണി വീണ്ടും എടുക്കേണ്ടി വന്നു. മുരളിച്ചേട്ടൻ്റെ അടുത്ത് എനിക്ക് പറയണമെന്നുണ്ടായി. പക്ഷെ മുരളിച്ചേട്ടൻ എനിക്ക് കാണാൻ അവസരം ഉണ്ടായിട്ടില്ല. മുരളിച്ചേട്ടൻ വരാപ്പുഴയിൽ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് ആ മുരളിച്ചേട്ടനെ അറിയിക്കണം, ഞാനിങ്ങനെ നിങ്ങളുടെയൊക്കെ റിലേഷനിൽപ്പെട്ട ഒരാളാണ് എന്ന് അറിയിക്കണമെന്നുണ്ടായി. നിങ്ങളുടെ ആരാധകനാണ് ജയൻ. ജയൻ സാറിനെ പറ്റി ബുള്ളറ്റ് പ്രദീപിന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? ജയൻ സാറ് നേവിൽ ജോലി എടുക്കുന്നത്. ആ നേവിൽ ബേസിലെ ജോലി കഴിഞ്ഞ ശേഷം വളം ഡിപ്പോയിൽ ഒരു മാനേജറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇളയച്ഛൻ ജയം വിനോദൻ കേരള ബ്രാഞ്ച് LIC ഡിവിഷണൽ മാനേജറാണ്. അപ്പോൾ ഇവർ ഒരുമിച്ചാണ് അവിടെ പാർക്കണത്. അപ്പം ഞാൻ ഇളയച്ഛൻ്റെ അടുത്ത് ഞങ്ങൾക്ക് വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീട്ടിൽ ദാരിദ്ര്യം ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഇളയച്ഛനൊക്കെ വരും. അങ്ങനെ ഞാൻ ജയൻ സാറിനെ ഞാൻ 5ൽ പഠിക്കുമ്പോൾ ജയൻ സാറിനെ കാണുന്നു. ജയൻ സാറ് അന്ന് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇളയച്ഛനും ജയൻ സാറിനോട് മദ്രാസിലേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്നിട്ട് എനിക്ക് ഒരു തമിഴ് പടത്തിൽ എന്തെങ്കിലും ഇരുത്തി 4-5 സീനൊക്കെ കിട്ടി. പക്ഷെ കിട്ടിയെന്ന് കഴിഞ്ഞിട്ടും ഈ വിജയിക്കാൻ പറ്റില്ല. അവസാനം ജയൻ ചേട്ടന് നമ്മുടെ എറണാകുളം അയ്യപ്പൻകാവിന്റെ കിഴക്കോച്ചാണ് JC സംവിധാനം JC. അതിൽ ജോസ് പ്രാശി ഏട്ടൻ, മലയാളത്തിലെ വില്ലൻ. അതെ, വില്ലൻ. അപ്പൊ ജോസ് പ്രാശി ഏട്ടനാണ് ഈ ജയൻ ചേട്ടൻ ശാപമോക്ഷത്തിൽ ഒരു പാർട്ടി സീനിലേക്ക് പിടിച്ചിരിക്കുന്നത്.
അത് ഈ ആ സിനിമയുടെ പാർട്ടി സീൻ കഴിഞ്ഞിട്ട് കൊല്ലത്തേക്ക് പോകാൻ ജയൻ ചേട്ടന് വണ്ടിക്കാശില്ല എന്നാണ് എൻ്റെ അറിവ്. എന്നിട്ട് ആലപ്പി അക്ഷരമാണ് ഈ വണ്ടിക്കാശ് 100 രൂപ കൊടുത്ത് സഹായിച്ചത് ജയന. അപ്പൊ ജയൻ അങ്ങനെ കഷ്ടതയിൽ നിന്നിട്ട് ജയന് എനിക്ക് മലയാള സിനിമയുടെ ഒരു നിലവിളക്കായിരുന്നു ജയൻ. മലയാള സിനിമയുടെ ഒരു നിലവിളക്കായിരുന്നു ജയൻ. കാരണം എന്ന് പറഞ്ഞാൽ ജയന്റെ പടമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറവൂർ രാധയിലും ഞാൻ ജയന്റെ ശരവഞ്ചരൻ കാണുമ്പോൾ ഞാൻ 7ൽ പഠിക്കുന്നു. ശരവഞ്ചര സിനിമ ഞാൻ 5 പ്രാവശ്യം കണ്ടു. അതുപോലെ മോഹൻലാലിന്റെ രാജാവിന്റെ മകൻ 21 പ്രാവശ്യം രാജാവിന്റെ മകൻ. ഈ ജയൻസ് എനിക്ക് ജയൻ സാർ മരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷേ ജയൻ സാറ് മലയാള സിനിമ ഉറങ്ങിക്കിടക്കണായിരുന്നു. പ്രേമനസീർ അഭിനയിച്ചു, സോമൻ അഭിനയിച്ചു, സുകുമാരൻ അഭിനയിച്ചു, വിൻസെന്റ് അഭിനയിച്ചു, ജതീഷ് അഭിനയിച്ചു. കുറേ 26 നടന്മാരെ അഭിനയിച്ചിട്ടും ഒരു വെളിച്ചം കൊണ്ടുവരാൻ പറ്റില്ല. അത് ജയൻ സാറ് കൊണ്ടുവന്നു. അതെ, ജയൻ സാറിന് എനിക്കറിയാൻ പാടില്ല. അപ്പൊ ജയൻ സാറിന്റെ എല്ലാ സിനിമയിലും ഡയലോഗ് പ്രസന്റേഷൻ ചെയ്യുന്നത് ആലപ്പി അക്ഷരമാണെന്ന് പിന്നീട് അറിഞ്ഞത്. ജയൻ സാറല്ല എന്ന് പറഞ്ഞു. പക്ഷെ ജയൻ സാറിന് ഭയങ്കര മോഹങ്ങളുണ്ടായിരുന്നു. ഈ മലയാളക്കാരെ പിടിച്ച് അറക്കാവുന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ കൈവിട്ടുപോയി, കോളിളക്കത്തിന് കൈവിട്ടുപോയി. പക്ഷെ ഞാൻ നമുക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും മനസ്സിൽ വിഷമമുണ്ട്. നമ്മുടെ ഒരു കലാകാരൻ, നമ്മുടെ മലയാളത്തിന്റെ വെളിച്ചം, നിലവിളക്കിന്റെ വെളിച്ചമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ബുള്ളറ്റ് പ്രദീപിന് ജയൻ സാർ മരിച്ചു കഴിഞ്ഞപ്പോ എന്തായാലും വിഷമമായിട്ടുണ്ടാവുമല്ലോ. ജയൻ സാറിന്റെ അമ്മ മോനു ഓടി വരുമ്പോ ഒരു പശു ഓടി അതിന് നല്ല ശാല കൊടുക്കണം. ഓടി വരും. എന്നിട്ട് രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് സിനിമയിൽ കയറി 6 വർഷമല്ലേ ഓറ് ചേട്ടൻ അഭിനയിച്ചാണ്. എന്റെ ചേട്ടൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലേ? എന്റെ ദൈവേ, എന്നെ പോലെ ഇതുപോലെ